കിട്ടനും കിട്ടുവും അയൽക്കാരാണ്. കിട്ടൻ സ്വന്തമായി ഒരു പച്ചക്കറിത്തോട്ടമുണ്ട്. ആ തോട്ടം കിട്ടന് ജീവനാണ്. പശുവളർത്തലാണ് കിട്ടുവിന്റെ ജോലി. പറയത്തക്ക അല്ലലൊന്നുമില്ലാതെ 2 കുടുംബങ്ങളും കഴിഞ്ഞുകൂടുകയായിരുന്നു. അങ്ങനെയിരിക്കെ കിട്ടു 5 കോഴികളെ വാങ്ങി. ധാരാളം മുട്ടയിടുന്ന ഇനം കോഴിയാണ്. ആ കോഴികളിടുന്ന മുട്ട വിറ്റ് സമ്പാദിച്ച് താൻ. കോഴികൾ ചിക്കിച്ചികഞ്ഞ് കിട്ടന്റെ പച്ചക്കറിത്തോട്ടത്തിലെത്തും. കണ്ടിടമൊക്കെ ചിക്കിയിളക്കുന്ന കോഴികൾ കിട്ടൻ പാകിയിട്ടുള്ള പച്ചക്കറി വിത്തുകളൊക്കെ കൊത്തി വിഴുങ്ങുമായിരുന്നു. മുളച്ചുവരുന്ന സസ്യങ്ങൾ കൊത്തിയൊടിക്കും. അത് കാണുമ്പോൾ കിട്ടൻ സങ്കടമാണ്. കോഴികൾ തന്റെ തോട്ടത്തിലേക്ക് വരുമ്പോൾ കിട്ടൻ ആട്ടിയോടിക്കും. പക്ഷേ കോഴികൾ ഒരു വഴിക്ക് പോയി മറ്റൊരു വഴിക്ക് വരും. നിവൃത്തിയില്ലായെന്നായപ്പോൾ ഒരു ദിവസം കിട്ടൻ കിട്ടുവിനെ വിളിച്ച് ആവലാതി പറഞ്ഞു, നിന്റെ കോഴികൾ എന്റെ തോട്ടം നശിപ്പിക്കുന്നു. അതുകൊണ്ട് അവയെ കൂട്ടിലടയ്ക്കണം. കിട്ടന്റെ നിർദ്ദേശം കിട്ടുവിന് മേഞ്ഞു നടന്നാൽ കോഴികൾക്കാവശ്യമായ തീറ്റ കിട്ടും. കൂട്ടിലടച്ചാൽ അതെങ്ങനെ ഒക്കും? കോഴികൾക്കാവശ്യമായ തീറ്റ വാങ്ങിക്കൊടുക്കാനാണെങ്കിൽ അതിനും കുറെ പണം കണ്ടെത്തണം. അതുകൊണ്ട് കിട്ടു ഒരു സൂത്രം പ്രയോഗിച്ചു നോക്കി. കോഴിയും ഒരു ജീവിയല്ലേ? അതിനെ കൂട്ടിലടച്ച് സ്വാതന്ത്ര്യം നിഷേധിച്ചാലോ? കിട്ടു ചോദിച്ചു. അതുകേട്ടപ്പോൾ മനസ്സിൽ നുരകുത്തിവന്ന ദേഷ്യം കടിച്ച മർത്തി ഒന്നും മിണ്ടാതെ കിട്ടൻ മടങ്ങിപ്പോയി. തന്റെ സൂത്രം ഫലിച്ചതിൽ കിട്ടുവിന് സന്തോഷവും അഭിമാനവും തോന്നി. എന്നാൽ കിട്ടുവിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കിട്ടൻ തീരുമാനിച്ചു. പിറ്റേന്നു തന്നെ കിട്ടൻ ഒരു പട്ടിയെ വാങ്ങി. അതിന് അത്യാവശ്യം വേണ്ടുന്ന പരിശീലനവും നൽകി. കിട്ടന്റെ തോട്ടത്തിൽ അതിക്രമിച്ചു കയറിയ കോഴികളെ പട്ടി തുരത്തിയോടിച്ചു. കൂട്ടത്തിൽ വായിൽപ്പെട്ടുപോയ ഒരെണ്ണത്തിനെ അവൻ കൊന്നു തിന്നുകയും ചെയ്തു. അത്രത്തോളമായപ്പോൾ കിട്ടു കിട്ടനോടാവശ്യപ്പെട്ടു, നിന്റെ പട്ടിയെ കെട്ടിയിടണം. അത് എന്റെ ഒരു കോഴിയെ പിടിച്ചു തിന്നു. എന്റെ പട്ടി നിന്റെ പുരയിടത്തിൽ വരില്ല. പിന്നെ കെട്ടിയിട്ടുന്ന കാര്യം, പട്ടിയും ഒരു ജീവിയല്ലേ? കെട്ടിയിട്ട് അതിന്റെ സ്വാതന്ത്ര്യം നശിപ്പിക്കാമോ? ജന്തുസ്നേഹികൾ കേസിനു വന്നാലോ? കിട്ടൻ ചോദിച്ചു. പിറ്റേന്നു തന്നെ കിട്ടു ഒരു കൂടുണ്ടാക്കി കോഴികളെ കൂട്ടിലടച്ചു.